എത്ര ട്രെൻഡ് മാറി മാറി വന്നാലും ട്രെൻഡ് മാറാതെ നിൽക്കുന്ന ഒന്നിൽപ്പെട്ടതാണല്ലേ ഈ പാലക്കാമാലയൊക്കെ. അപ്പോൾ പാലക്കാമാല ഇൻസ്പിറേഷനിൽ ഒരു മാല ഉണ്ടാക്കിയെടുക്കാനാണ് ഇന്ന് എൻ്റെ ശ്രമം. കുന്തൻ സ്റ്റോൺസും ഗോൾഡൻ ബീഡ്സുമാണ് ഞാൻ അതിനെടുത്തേക്കുന്നത്. രണ്ടും കൂടെ ജോയിൻ ചെയ്ത് ഒരു സ്മോൾ പെൻഡൻ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ ആ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നുണ്ട്. നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ചന്ദനത്തിരി യൂസ് ചെയ്ത് ഒന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതി. ഇനി എൻ്റെ അളവിലൊരു ഗിയർ വയർ കട്ട് ചെയ്തെടുത്തിട്ട് അതിലൊരു ഗ്രീൻ പെൻഡൻ്റ് കൂടെ നടുക്ക് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഗിയർ ലോക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച സ്മോൾ പെൻഡൻസ് അതിൽ ഇട്ട് കൊടുക്കുക. ഞാൻ 30 സ്മോൾ പെൻഡൻസ് ആണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ഒരു സൈഡിൽ 15, ഒരു സൈഡിൽ 15. പക്ഷേ ഞാൻ ഉണ്ടാക്കി വന്നപ്പോൾ ഒരെണ്ണം ഡാമേജ് ആയിപ്പോയി. അതുകൊണ്ട് 14 എണ്ണം വെച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു സ്റ്റോണും പിന്നെ ഒരു ഗോൾഡൻ ബീഡും വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഇനി ഫിഷ് ലോക്ക് വെച്ച് ഒന്ന് ഗിയർ ലോക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ പറ എങ്ങനെയാണ്